ഇന്നുച്ചക്ക് നല്ലോണം ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവ വന്ന് വെല്ലടിച്ചപ്പോഴാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. എണീച്ച് വേഗം നിസ്കാരം കഴിഞ്ഞാണ്ട് പിന്നെ നേരെ കിച്ചണിൽ കയറിയിട്ട് നമ്മളിതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വന്നേക്ക് തന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സ്നാക്സ് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാനൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുട്ടുപൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓളെ കടയിൽ പറഞ്ഞയച്ചെങ്ങാണ്ട് കുറച്ച് പഴം വാങ്ങിച്ചു കൊടുന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുട്ടിനുള്ളത് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചായപ്പഴേക്കും തിളച്ച് അതിലേക്കുള്ള പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ഇല്ലാതെയാണ് പുട്ടുണ്ടാക്കൽ എന്നുള്ളത് ഞാൻ പുട്ടുണ്ടാക്കുന്ന എല്ലാ വീഡിയോയിലും വരുന്ന കമൻറ്റാണ്. എനിക്കങ്ങനെ ഇവിടെ തേങ്ങ വേണമെന്നൊന്നുമില്ല കേട്ടോ. തേങ്ങ ഇല്ലാതെയാണ് ഞാൻ മിക്കവാറും പുട്ടുണ്ടാക്കാറ്. ഒറ്റ ട്രിപ്പിന് ഇതാ ഇതുപോലെ ആവി കയറ്റി എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം പുട്ടും പഴമൊക്കെ കൂട്ടിങ്ങാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം വയറ് ഫില്ലായിട്ടുണ്ട് കുറച്ച് നേരത്തിന്. ഇനി പിന്നെ രാത്രിക്കാണ് ഞാൻ എന്താ പറയുക പുട്ടിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അയാനക്കുട്ടിയാണെങ്കിൽ തറവാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ നിന്നാണ് ഓള് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവായും ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവാക്ക് ബാക്കി ഉണ്ടായിരുന്ന പുട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചോറൊന്നും വെച്ചില്ല. ഞാൻ ഈ ഒരു ഷെയ്ക്കും അടിച്ച് കുടിച്ചു കേട്ടോ. മക്കൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടൊക്കെ വെച്ചിങ്ങാണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ആക്കി. ഇനി ഇപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതും ബാക്കിയാകും ഒരു പിടി. അപ്പോൾ പിന്നെ ബാക്കിയാവാൻ നിന്നില്ല. നാളെ ഇനി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഷെയ്ക്ക് കുടിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് ഫില്ലാകും. പിന്നെ അതാ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് പിന്നെ അരി അരക്കാമെന്ന് കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് രണ്ട് മാവ് ഉണ്ടായിരുന്നു. രാവിലെ അപ്പം ചുട്ടിട്ട് നേരാവാത്ത മാവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽക്കൊണ്ട് കൂട്ടിങ്ങാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളയപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ഈ മാവാണെന്നുണ്ടെങ്കിലൊക്കെ കളയുന്നതിനോട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു നേരം കിട്ടാത്ത പോലെ എത്ര ആൾക്കാരുണ്ടാകും. അപ്പോൾ ഒറ്റ കൈക്ക് ഞാൻ കേട് വരാത്ത എന്ത് സാധനമാണെങ്കിലും ഞാൻ ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിങ്ങാണ്ട് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പം ബാക്കി വന്നാൽ വരെ ഞാൻ ഇതുപോലെ ഈ ദോശമാവിൽ അരച്ചിങ്ങാണ്ട് കൂട്ടി വെക്കാറുണ്ട് കേട്ടോ. വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.